ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ നിയോൺ ഇവൻറ്റിൻ്റെ ഗൈഡോടാണ് വന്നിരിക്കുന്നത്. സോ നമുക്കൊരു ഡെയിലി ബണ്ടിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ജമ്മ് നമ്മൾ ക്ലെയിം ചെയ്യാനുണ്ട് നമ്മളെ ലീഗിൻ്റെ റിവാർഡായിട്ട്. സോ നോക്കാം ഗൈസ്, നമുക്ക് ലക്ക് ഉണ്ടോ ഇല്ലയോ. ക്രൊയേഷ്യയോ, കഴിഞ്ഞ പ്രാവശ്യം ക്രൊയേഷ്യ കിട്ടിക്കൊണ്ടായിരുന്നു തുടങ്ങിയത്. നമുക്ക് ഗാഡിയോള് കുഴപ്പമില്ല ഗൈസ്, 103 കിട്ടലാണ്. സോ ഗൈസ്, നമ്മൾ ബാക്കിയുള്ള ജമ്മ് ഒപ്പിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഡെയിലി ബണ്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. വീണ്ടും നമ്മുടെ കാർണിവൽ ഇവൻറ്റിൻ്റെ ഓക്കെ കേട്ടൻ നല്ലതാണോ ഗൈസ്. ബ്രസീലിയൻ ഫ്ലാഗ് കണ്ടാലിപ്പം എന്താ അറിയില്ല ഗൈസ്. സാധാരണ ഈ ബ്രസീലിയൻ ഫ്ലാഗ് കാണുമ്പോൾ നമ്മൾ വലിയ റിവാർഡൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ഈ ഇവൻറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. പിന്നെ നമ്മളെ അൺലിമിറ്റഡ് ബണ്ടിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് നാളത്തേക്കും കൂടി ജമ്മ് വേണ്ടതാണ്. നമ്മുടെ അടുത്ത് തീർന്നാൽ പിന്നെ വീണ്ടും കിട്ടേണ്ടതില്ല. FC പോയിൻറ്റും ഇല്ല യെസ് നമ്മളടുത്ത്, കാരണം നമ്മുടെ അടുത്ത് പൈസ ഇല്ല. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ട് സെൻറ്റർ ബാക്ക് പെട്ടെന്ന് ഒരു ദിവസം മൂറയാണ്. ഓക്കെ, നമ്മളെ മെയിൻ കണ്ടലിലോട്ട് കിടക്കാം. നമ്മളുടെ ഇവൻ്റ് ഗൈഡാണ്. കിഡ്ലൻ ഇവൻ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ കാണാം ഓരോ കാർഡിലും. നിങ്ങൾക്ക് ഇത് റിവാർഡായിട്ട് 50 ഷാർഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അതുകൊണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ റിവാർഡ്സിൽ നിങ്ങൾക്ക് 3 പേരെ ക്ലെയിം ചെയ്യായിരുന്നു. കോഡി ഗാക്പോ, ഷാവി സിമോൺസ്, പിന്നെ റീസെ ജെയിംസ്. ഞാൻ ഗാക്പോനെയാണ് എടുത്തത്. കുഴപ്പമില്ല, ആരെടുത്താലും നമുക്ക് എന്നല്ലേ. ഇവിടെ നിന്ന് 60 ടോക്കൺ നിങ്ങൾക്ക് ഡെയിലി കിട്ടും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ഓൾറെഡി 3 എണ്ണം ഓപ്പൺ ചെയ്തു, ഇനിയുണ്ട് കുറേ. ഇതിനകത്ത് മെയിനായിട്ട് ഗ്യാക്പോൻ്റെ 3 കാർഡാണ് കിട്ടുന്നത്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ എടുക്കാമെന്നുള്ളതാണ്. 104 കാർഡൊക്കെ എനിക്ക് തോന്നുന്നു 60 ഷാർഡ് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. റിവാർഡ് 2 ഇനി 14 ദിവസം കഴിഞ്ഞാലേ ഓപ്പൺ ആവുള്ളൂ. ഇനി നമ്മൾ മെയിൻ ചാപ്റ്റർ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെയിലി ഗെയിം കളിക്കാം. 2 സ്കിൽ ഗെയിമും അതുപോലെ തന്നെ ഒരു മാച്ചും. സോ ഇവിടെ നമുക്ക് ടോക്കൺ തന്നെയാണ് കിട്ടുന്നത്. ആ ടോക്കൺ വെച്ച് നേരത്തെ കണ്ട റിവാർഡ്സ് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇവിടെയും ടോക്കൺ തന്നെയാണ് കിട്ടുന്നത്. ഈ ടോക്കണ് നല്ല വാല്യൂ ഉണ്ട് ഈ ഇവൻറ്റിൽ. ഇവിടെ ഷാർഡ് കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് വീക്ക്ലി ആയിട്ടാണ്, ഓരോ വീക്കിലും 4 വീക്കായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. ഗാലറി പോവുകയാണെങ്കിൽ നമ്മളെ മൂറയുണ്ട്, മറഡോണ, പിന്നെ ഓഷിമൻ, ഗോരസ്ക, അർണോൾഡ്. കിടിലം കാർഡൊക്കെ തന്നെയാണ് നമുക്ക്. പക്ഷെ ആരെ കിട്ടും നമുക്കറിയില്ല. നമ്മൾ ഷാർഡ് കൊടുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ മൂരേനെയോ, മൂരേന്ന് തന്നെയാണെന്ന് തോന്നുന്നു പേര്. നമുക്കിപ്പോൾ ഉള്ളതൊരു 103ൻ്റെ ഒരു കാർഡുണ്ട്, നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത കാർഡ്. ആൻഡ് ബൈ ദ വേ ഗൈസ്, നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഇവിടെ നമുക്ക് ഡെയിലി ടാസ്ക് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്, അവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ക്വസ്റ്റിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ജമ്മിൻ്റെ അളവ് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 550 ജമ്മ് കിട്ടേണ്ടതാണ്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 400 ജമ്മിൻ്റെ അടുത്തേ കിട്ടുന്നുള്ളൂ ആക്ടിവിറ്റി ആ സ്ഥലത്തുനിന്ന്. കേസ് നമ്മൾ കുറച്ച് ടോക്കൺസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ഇത് തുറക്കാൻ എക്സ്ട്രാ ടൈം. സോ ഈ എക്സ്ട്രാ ടൈമിൽ നമ്മുടെ അടുത്ത് 3 എണ്ണം തുറക്കാനുള്ളതുണ്ട്. ഇതിനകത്ത് കേസ് നല്ല ഇതുവരെ ഇല്ല കേസ്. നമുക്കിത് തന്നെ എടുക്കാം, ടോക്കൺ എടുക്കാം. അതാകുമ്പോൾ നാളെ നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ. അതിൻ്റെ അടുത്ത ട്രൈ ആണ്. ആരാണ് പറ്റിക്കരുത്. ടോക്കൺ തന്നെയാണ് ബെസ്റ്റ് കേസ്. 10 മില്യൺ എടുക്കുന്നില്ല ഞാൻ. ഗൈസ്, എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും കില്ലെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.